ഗുഡ് മോർണിംഗ്. നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ തിയറി ഓഫ് സ്കാറ്ററിംഗ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ഡി സിഗ്മ ബൈ ഡി ഒമേഗ എന്ന് പറയുന്നത് എന്താണ് മോഡ് സ്ക്വയർ ഓഫ് സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് ആണെന്നുള്ളതാണ് പറഞ്ഞു നിർത്തിയത്. ഡി സിഗ്മ ബൈ ഡി ഒമേഗ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ആണ്. എഫ് ഓഫ് തീറ്റ ഫൈ എന്ന് പറയുന്നത് സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ നമുക്കൊരു സ്കാറ്ററിങ്ങിനെ പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ കാണുന്നതിന് പകരം എന്ത് കണ്ടാൽ മതി? ഇവിടെ ഈ പറഞ്ഞ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് കണ്ടാൽ മതി. എഫ് ഓഫ് തീറ്റ ഫൈ കണ്ടുപിടിച്ചാൽ മോഡ് എഫ് ഓഫ് തീറ്റ ഫൈ ഹോൾ സ്ക്വയർ കിട്ടും. അതായിരിക്കും നമ്മുടെ ഈ പറഞ്ഞ ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് സെഷനിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഈ പറഞ്ഞ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ വരുന്ന സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡിറ്റർമിനേഷൻ ഓഫ് ദി സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ്. So the determination of the scattering amplitude f of theta phi can be done by solving the Schrodinger equation given by equation 6. Okay, equation 6 എന്ന് പറയുന്നത് ഇതായിരുന്നു നമ്മുടെ Schrodinger equation. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 6 സോൾവ് ചെയ്തുകൊണ്ട് എഫ് ഓഫ് തീറ്റ ഫൈ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ 6നെ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് ഈ ഇക്വേഷൻ 6 മൈനസ് എച്ച് ബാർ സ്ക്വയർ ബൈ 2μ ഡെൽ സ്ക്വയർ പ്ലസ് വി ഓഫ് ആർ സൈ ഓഫ് ആർ ഈക്വൽ ടു ഇ സൈ ഓഫ് ആർ ആണ്. ഈ ഇക്വേഷനെ ഞാൻ ത്രൂ ഔട്ട് മൈനസ് 2μ ബൈ എച്ച് ബാർ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഡെൽ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആയി. ഇവിടെ മൈനസ് 2μ ബൈ എച്ച് ബാർ സ്ക്വയർ വി ഓഫ് ആർ ആയി ഇൻറ്റു സൈ ഓഫ് ആർ ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലും മൈനസ് 2μ ബൈ എച്ച് ബാർ സ്ക്വയർ ഇൻറ്റു ഇ സൈ ഓഫ് ആർ എന്ന് വന്നു. ഇനി ഇവിടെ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ഈ ടേമിനെ ലെഫ്റ്റിലേക്കും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ഈ ടേമിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്കും എടുത്ത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഡെൽ സ്ക്വയർ പ്ലസ് 2μ ഇ ബൈ എച്ച് ബാർ സ്ക്വയർ ഇൻറ്റു ഇ സൈ ഓഫ് ആർ ഈക്വൽ ടു 2μ ബൈ എച്ച് ബാർ സ്ക്വയർ ഇൻറ്റു വി ഓഫ് ആർ ഇൻറ്റു സൈ ഓഫ് ആർ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇതിനെ നമുക്ക് ഡെൽ സ്ക്വയർ പ്ലസ് ഈ 2μ ഇ ഡിവൈഡഡ് ബൈ എച്ച് ബാർ സ്ക്വയറിനെ ഞാനൊരു കെ സ്ക്വയർ എന്ന് ഇവിടെ വിളിക്കുകയാണെങ്കിൽ നമുക്കിതിനെ ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഇൻറ്റു സൈ ഓഫ് ആർ ഈക്വൽ ടു 2μ ബൈ എച്ച് ബാർ സ്ക്വയർ വി ഓഫ് ആർ സൈ ഓഫ് ആർ എന്ന് വന്നു. അപ്പോൾ നമുക്ക് ഇതിനെയാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഇക്വേഷൻ നമ്പർ 25 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഇവിടെ കെ സ്ക്വയർ എന്ന് പറയുന്നത് 2μ ഇ ഡിവൈഡഡ് ബൈ എച്ച് ബാർ സ്ക്വയർ ആണ്. ഇവിടെ ഇക്വേഷൻ 25 നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇതൊരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ദിസ് ഇസ് എ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ള പല രീതിയിലുള്ള പല മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഗ്രീൻസ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യുന്ന മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രീൻസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇക്വേഷൻ 25ൻ്റെ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 25 ഇസ് ദ സം ഓഫ് ടു സൊല്യൂഷൻസ്. രണ്ട് സൊല്യൂഷനുകളുടെ സം ആയിരിക്കും. ഒന്ന് എന്ന് പറയുന്നത് ദ സൊല്യൂഷൻസ് ടു ദ ഹോമോജീനിയസ് പാർട്ട് ഓഫ് ദ ഇക്വേഷൻ. ആ ഇക്വേഷൻ്റെ ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ. അതിനോട് എന്ത് ചെയ്യും? ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ 25നെ എന്തുകൊണ്ടാണ് നോൺ ഹോമോജീനിയസ് എന്ന് വിളിക്കുന്നത്? ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഇൻറ്റു സൈ ഓഫ് ആർ നോട്ട് ഈക്വൽ ടു 0 വരുന്നത് കൊണ്ടാണ് ഇത് നോൺ ഹോമോജീനിയസ് ആവുന്നത്. ഇത് ഹോമോജീനിയസ് ആവുക എന്ന് പറഞ്ഞാൽ ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഇൻറ്റു സൈ ഓഫ് ആർ ഈക്വൽ ടു 0 ആണെങ്കിൽ അതൊരു ഹോമോജീനിയസ് ഇക്വേഷൻ ആണെന്ന് പറയാം. ഓക്കെ, സോ നമ്മളിവിടെ എന്താണ് ഈ പറഞ്ഞ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതും. അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കും. ആ സൊല്യൂഷനോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗ്രീൻസ് ഫംഗ്ഷൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിച്ച് അത് ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതായിരിക്കും ഈ പറഞ്ഞ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മൾ ഈ ആദ്യം ഇതിൻ്റെ ഹോമോജീനിയസ് പാർട്ട് എടുത്ത് ഡെൽ സ്ക്വയർ പ്ലസ് അവിടെ കെ സ്ക്വയർ ഉണ്ട്, ഞാനതിനെ ഇവിടെ K0 സ്ക്വയർ എന്ന് എഴുതുന്നു. ഹോമോജീനിയസിലേക്ക് വരുമ്പം K0 സ്ക്വയർ എന്ന് എഴുതുന്നു. സൈ ഹോമോ എന്ന് വെച്ചാൽ ഹോമോജീനിയസ്, സൈ ഹോമോജീനിയസ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു 0. അതായത് നമ്മൾ ആ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഹോമോജീനിയസ് ആക്കി അതിനെ സോൾവ് ചെയ്യുന്നതാണ് ഫസ്റ്റ് പാർട്ട്. ഓക്കെ, സോ ഡെൽ സ്ക്വയർ പ്ലസ് K0 സ്ക്വയർ ഇൻറ്റു സൈ ഹോമോജീനിയസ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 27 എന്ന് വിളിച്ചു. നൗ നമ്മൾ ഇക്വേഷൻ 9ഉം ഇക്വേഷൻ 27ഉം കൂടി കമ്പയർ ചെയ്യാം. ഇക്വേഷൻ 9 എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് നോക്കിയറിയാം. ഡെൽ സ്ക്വയർ പ്ലസ് K0 സ്ക്വയർ ഇൻറ്റു ഈ സൈ ഹോമോജീനിയസ് ഓഫ് ആറിന് പകരം അവിടെ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ ഫൈ ഇൻസിഡൻറ്റ് എന്നുള്ളതായിരുന്നു. അതായത് ഇൻസിഡൻറ്റ് വേവിൻ്റെ കേസിലുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ 9 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ 9 നോക്കിയാൽ ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഡെൽ സ്ക്വയർ പ്ലസ് K0 സ്ക്വയർ ഇൻറ്റു ഫൈ ഇൻസിഡൻറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് ഉണ്ടാവുക.
അപ്പോൾ ഇക്വേഷൻ 9 ഇക്വേഷൻ 27 എന്ന് പറയുന്നത് ഐഡൻറ്റിക്കലാണ്. അതായത് ഇവിടുത്തെ സൈ ഹോമോജീനിയസ് ഓഫ് ആർ എന്ന് പറയുന്നതും അവിടുത്തെ ഫൈ ഇൻസിഡൻസ് ഓഫ് ആർ എന്ന് പറയുന്നതും സെയിം ആണ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സൈ ഹോമോജീനിയസ് ഓഫ് ആർ എന്താണെന്ന് ചോദിച്ചാൽ അതെന്തായിരിക്കും? അത് ഈ പറഞ്ഞ ഫൈ ഇൻസിഡൻറ്റ് തന്നെയായിരിക്കും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രീൻസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. ഇൻ്റഗ്രൽ ഓവർ വി ഒരു വോളിയം ഇൻ്റഗ്രലാണ് ജി ഓഫ് ആർ മൈനസ് ആർ പ്രൈം, ഇതാണ് ഗ്രീൻസ് ഫംഗ്ഷൻ, ഇൻറ്റു ഈ പറഞ്ഞ നോൺ ഹോമോജീനിയസ് പാർട്ട്, അതായത് നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ മുമ്പ് നമ്മൾ എഴുതിയ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടായിരുന്ന ടേം ഇതാണ് നോട്ട് ഈക്വൽ ടു 0 എന്നല്ലേ. അപ്പോൾ ആ നോൺ സീറോ ആയിട്ട് ഇവിടെ വന്നത് എന്തോ അതാണ് നമ്മൾ എടുക്കേണ്ടത്. 2μ/h² വി ഓഫ് ആർ ഇൻറ്റു സൈ ഓഫ് ആർ എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മളിവിടെ കൊടുത്തു 2μ/h² ഇൻറ്റു വി ഓഫ് ആർ ഇൻറ്റു സൈ ഓഫ് ആർ ആണ്. ഞാനതിനെ വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നു. വി ഓഫ് ആർ പ്രൈം ഇൻ്റഗ്രലിനകത്തേക്ക് എഴുതുമ്പോൾ വി ഓഫ് ആർ പ്രൈം സൈ ഓഫ് ആർ പ്രൈം ഡി ക്യൂബ് ആർ പ്രൈം. നമ്മൾ ഡി ക്യൂബ് ആർ പ്രൈം ആണ്, അത് വോളിയം ഇൻ്റഗ്രലാണ്. സോ ഡി ക്യൂബ് ആർ പ്രൈം എടുത്തു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ, അപ്പം മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ സൈ ഹോമോജീനിയസ് ഓഫ് ആർ അത് ഈക്വൽ ടു ഫൈ ഇൻസിഡൻറ്റ് ആർ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ദാറ്റ് ഫൈ ഇൻസിഡൻറ്റ് ആർ പ്ലസ് ഈ പറഞ്ഞ പർട്ടിക്കുലർ സൊല്യൂഷൻ 2μ/h² ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ വി ജി ഓഫ് ആർ മൈനസ് ആർ പ്രൈം വി ഓഫ് ആർ പ്രൈം ഇൻറ്റു സൈ ഓഫ് ആർ പ്രൈം ഡി ക്യൂബ് ആർ പ്രൈം. ഇത് രണ്ടും കൂടി കൂട്ടുന്നതാണ്. ഈ പറഞ്ഞ ഹോമോജീനിയസ് സൊല്യൂഷനും പർട്ടിക്കുലർ സൊല്യൂഷനും കൂടെ കൂട്ടുന്നതാണ് ഇതിൻ്റെ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ സൈ ഓഫ് ആർ എന്ന് പറയുന്നത്. നൗ ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ എന്താണെന്ന് നമുക്കറിയാം. അതൊരു പ്ലെയിൻ വേവിൻ്റെ ഇക്വേഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു. അതായത് a e⁻⁴ എന്ന് പറയുന്നതാണ് ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ. നൗ ജി ഓഫ് ആർ മൈനസ് ആർ പ്രൈം എന്ന് പറയുന്നത് ഗ്രീൻസ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. കറസ്പോണ്ടിങ് ടു ദ ഓപ്പറേറ്റർ, നമ്മളിവിടുത്തെ ഓപ്പറേറ്റർ ഏതാണ്? ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആണ്. ഓക്കെ, കറസ്പോണ്ടിങ് ടു ദ ഓപ്പറേറ്റർ ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ, ഇതാണ് ആ ഓപ്പറേറ്റർ ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. അപ്പോൾ ഈ ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് ഇവിടെ ഈ ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് നമ്മൾ എടുക്കുന്നത്, ജി ഓഫ് ആർ മൈനസ് ആർ പ്രൈം. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രീൻസ് ഫംഗ്ഷൻ്റെ ചില പ്രോപ്പർട്ടീസ് അറിയേണ്ടതുണ്ട്. അതിനായിട്ട് the function g of r minus r prime is obtained by solving the equation. എങ്ങനെ g of r minus r prime കണ്ടുപിടിക്കാം? ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ സോൾവിങ് ദ ഇക്വേഷൻ ഇതാണ്. നമ്മുടെ ഓപ്പറേറ്റർ ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. ദിസ് ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആക്ടിങ് ഓൺ ജി ഓഫ് ആർ മൈനസ് ആർ പ്രൈം ഇസ് ഇക്വൽ ടു ഡെൽറ്റ ആർ മൈനസ് ആർ പ്രൈം ആണ്, വേർ ഡെൽറ്റ ആർ മൈനസ് ആർ പ്രൈം ഇസ് ദ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. അപ്പോൾ ഇത് ഗ്രീൻസ് ഫംഗ്ഷനും അതുപോലെ തന്നെ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷനാണ്. ദിസ് ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഇൻറ്റു ജി ഓഫ് ആർ മൈനസ് ആർ പ്രൈം ഇസ് ഇക്വൽ ടു ഡെൽറ്റ ആർ മൈനസ് ആർ പ്രൈം. ഇനി ജി ഓഫ് ആർ മൈനസ് ആർ പ്രൈം ആൻഡ് ഡെൽറ്റ ആർ മൈനസ് ആർ പ്രൈം എന്ന് പറയുന്നത് ആർ ഗിവൺ ബൈ ദർ ഫ്യൂരിയർ ട്രാൻസ്ഫോം സൊല്യൂഷൻ ആസ് ഫോളോസ്. നിങ്ങൾ ഇത് പഠിച്ചിട്ടുള്ളതാണ്. ഗ്രീൻസ് ഫംഗ്ഷനെ ഫ്യൂരിയർ ട്രാൻസ്ഫോം അനുസരിച്ച് ജി ഓഫ് ആർ മൈനസ് ആർ പ്രൈമിനെ 1/2π ഹോൾ ക്യൂബ് ഇൻറ്റു ഇൻ്റഗ്രൽ e⁻⁴ ഡോട്ട് ആർ മൈനസ് ആർ പ്രൈം ജി ഓഫ് ക്യൂ ഡി ക്യൂബ് ക്യൂ എന്ന് എഴുതാം. ഇക്വേഷൻ 31 എന്ന് എഴുതുന്നു. വേർ ജി ഓഫ് ക്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫ്യൂരിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ആർ മൈനസ് ആർ പ്രൈം ആണ്. ജി ഓഫ് ആർ മൈനസ് ആർ പ്രൈമിനെ ഫ്യൂരിയർ ട്രാൻസ്ഫോം നടത്തിയാൽ കിട്ടുന്നതാണ് ജി ഓഫ് ക്യൂ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇത് ആറിൻ്റെ ടേംസിലും ഇത് ക്യൂ എന്ന് പറയുന്ന പുതിയൊരു വേരിയബിളിൻ്റെ ടേംസിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ജി ഓഫ് ആർ മൈനസ് ആർ പ്രൈമിൻ്റെ ഫ്യൂരിയർ ട്രാൻസ്ഫോം ആണ് ജി ഓഫ് ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് യൂസിങ് ഫ്യൂരിയർ ട്രാൻസ്ഫോം ജി ഓഫ് ആർ മൈനസ് ആർ പ്രൈം ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 1/2π ഹോൾ ക്യൂബ് ഇൻ്റഗ്രൽ e⁻⁴ ഡോട്ട് ആർ മൈനസ് ആർ പ്രൈം ജി ഓഫ് ക്യൂ ഡി ക്യൂബ് ക്യൂ എന്ന് എഴുതാം. ഇതേപോലെ ഡെൽറ്റ ആർ മൈനസ് ആർ പ്രൈം ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഫ്യൂരിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/2π ഹോൾ ക്യൂബ് ഇൻ്റഗ്രൽ e⁻⁴ ഡോട്ട് ആർ മൈനസ് ആർ പ്രൈം ഡി ക്യൂബ് ക്യൂ എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ 32 എന്ന് വിളിക്കുന്നു. Now we are going to substitute this equation 31 and 32 in equation 30. Equation 32 എന്ന് പറയുന്നത് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഫ്യൂരിയർ ട്രാൻസ്ഫോം ഫോമാണ്. ഇക്വേഷൻ 31 എന്ന് പറയുന്നത് ഗ്രീൻസ് ഫംഗ്ഷൻ്റെ ഫ്യൂരിയർ ട്രാൻസ്ഫോം ഫോമാണ്. ഈ രണ്ടെണ്ണത്തിനെ കൂടെ കൊണ്ട് ഇക്വേഷൻ 30യിലേക്ക് കൊടുക്കുന്നു. ജി ഓഫ് ആർ മൈനസ് ആർ പ്രൈമിന് പകരം 31ഉം ഡെൽറ്റ ആർ മൈനസ് ആർ പ്രൈമിന് പകരം 32ഉം കൂടെ കൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഇൻറ്റു ഇത് നമ്മുടെ ജി ഓഫ് ആർ മൈനസ് ആർ പ്രൈം ആണ് ഈക്വൽ ടു ഇവിടെ ഡെൽറ്റ ഓഫ് ആർ മൈനസ് ആർ പ്രൈം ആണ്. സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 33. സോ ദിസ് ഇക്വേഷൻ 33 ലീഡ്സ് ടു ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഇവിടെ നോക്കിയേ, ഇത് ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ അല്ലേ. ഈ ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എന്ന് പറയുന്നത് ഇതൊരു ഓപ്പറേറ്ററാണ്. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറേറ്റർ കൊണ്ട് നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം? ഓപ്പറേറ്റ് ചെയ്യണം. ഇതിൽ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡെൽ സ്ക്വയർ ആണ് ഇവിടെ ശരിക്കും ഓപ്പറേറ്റർ ആയിട്ട് വരിക. കെ എന്ന് പറയുന്ന ഒരു വേവ് വെക്ടറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇതിനെ ഒന്നെങ്കിൽ നിങ്ങൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഡെൽ സ്ക്വയർ ഇൻറ്റു ദിസ് ഫംഗ്ഷൻ പ്ലസ് കെ സ്ക്വയർ ഇൻറ്റു ദിസ് ഫംഗ്ഷൻ എഴുതാം. എന്നിട്ട് ഈ ഡെൽ സ്ക്വയർ ഒരു ഓപ്പറേറ്റർ ആയതുകൊണ്ട് ഡെൽ സ്ക്വയർ കൊണ്ട് ഇതിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാം.
അപ്പോൾ ഡെൽ സ്ക്വയർ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇവിടെ e⁻⁻r ഉണ്ടല്ലോ, അതിനെ ഒരു തവണ ഡെൽ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പം e⁻⁻r ഇൻറ്റു IQ എന്ന് വരും. ഓക്കെ, വീണ്ടും അതിൻ്റെ മേളിൽ വീണ്ടും ഡെൽ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഒരു IQ വരും. അപ്പോൾ ഈ പറഞ്ഞ IQ ഇൻറ്റു IQ എന്ന് പറയുന്നത് -q² എന്ന് വരും. ഓക്കെ, അപ്പോൾ ആ പറഞ്ഞ -q² എന്ന് പറയുന്നൊരു ടേം ഇവിടെ പുറത്ത് വരും. പിന്നെ ഇവിടെ k² കൊണ്ട് നമ്മളിതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നു. k² എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഓപ്പറേഷൻ ഒന്നുമില്ല, ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കോമൺ ആയിട്ടുള്ളതിനെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഡെൽ സ്ക്വയർ പിന്നെ ഇവിടെ ഇല്ല. ഈ ഡെൽ സ്ക്വയർ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ, IQ ഇൻറ്റു IQ ഇൻറ്റു ബാക്കി ടേം അതേപോലെ വരും, -q² എന്നാണ് കിട്ടിയത്. പിന്നെ ഈ k² ഉണ്ട്. അപ്പോൾ നമ്മൾ -q² + k² ഇൻറ്റു എന്താണ് ഇത് തമ്മിൽ ഈ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ രണ്ട് ടേമിനെ തമ്മിൽ കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ 1/2π³ രണ്ടിടത്തുണ്ട്, അതിനെ തമ്മിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ഉള്ളത് e⁻⁻IQ.r⁻r ഇവിടെയുണ്ട്, ഇൻ്റഗ്രൽ e⁻⁻IQ.r⁻r d³q ഇതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇത് ഈക്വൽ ടു ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ടേം ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ടേം ആവണം എന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇല്ലാത്ത എന്നാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ടേം ഈക്വൽ ടു എന്താവണം, 1 ആവണം. അങ്ങനെ വരുന്നത് എന്തൊക്കെയാണ്, ഇവിടെ ഒരു g(q) ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സ്ട്രാ വരുന്നുണ്ട്, ആ g(q) ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഈ ഡെൽ സ്ക്വയർ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഒരു IQ ഇൻറ്റു IQ എന്ന് പറയുന്ന -q² ഉണ്ട്. അപ്പം -q² പ്ലസ് ഇവിടെ വരുന്ന k² ഉണ്ട്. അപ്പം -q² + k². അപ്പോൾ ഈ g(q) ഇൻറ്റു -q² + k² എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റൈറ്റിൽ നിന്ന് കൂടാതെ അഡീഷണൽ ആയിട്ട് വരുന്ന ടേമാണ്. അത് ഈക്വൽ ടു 1 ആയാൽ മാത്രമേ ഈ ടേം ഈക്വൽ ടു ഈ ടേം നമുക്ക് എഴുതാൻ വേണ്ടി പറ്റൂ. Therefore ഇക്വേഷൻ 33ൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ദിസ് g(q) ഇൻറ്റു -q² + k² ഇസ് ഈക്വൽ ടു 1 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എനിക്ക് g(q) എന്ന് പറയുന്നത് 1/k² - q² ആണെന്ന് എഴുതാം. ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 34. Now substituting equation 34 in equation 31, 34നെ കൊണ്ട് 31ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 31 ഇതാണ്. ഓക്കെ, ഈ 31ൽ ഇവിടെ ഒരു g(q) ഉണ്ടല്ലോ, ആ g(q)ന് പകരം നമ്മളിപ്പോൾ കിട്ടിയ ഇക്വേഷൻ 34ലെ g(q) കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് g(r - r') എന്ന് പറയുന്നത് 1/2π³ ഇൻറ്റു ഇൻ്റഗ്രൽ e⁻⁻IQ.r⁻r' ഡിവൈഡഡ് ബൈ k² - q² d³ എന്ന് വരും. ഓക്കെ, നൗ ഇൻ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്, നമ്മളിത് വോളിയം ഇൻ്റഗ്രൽ ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ നമുക്ക് സാധാരണ d³ v എന്ന് എഴുതി കഴിഞ്ഞാൽ അത് r² sin θ dr d θ d⁵ എന്ന് എഴുതും. ഇവിടെ നമ്മൾ ഇൻ ടേംസ് ഓഫ് q ആണ് പറയുന്നത്, അതുകൊണ്ട് d³ എന്ന് പറയുന്നത് q² sin θ dq d θ d⁵ എന്ന് വരും. ഓക്കെ, നമ്മുടെ r² sin θ dr d θ d⁵ പകരം r-ന് പകരം q ആണെന്ന് ഓർത്താൽ മതി. അപ്പം q² sin θ dq d θ d⁵ എന്ന് വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവിടെ IQ.r⁻r' എനിക്ക് IQ, ഓക്കെ, ഇത് രണ്ട് വെക്ടറിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ആണല്ലോ. അപ്പം എനിക്കൊരു a.b എന്ന് പറഞ്ഞാൽ AB cos θ. അപ്പോൾ I ഇൻറ്റു Q.r⁻r' എന്ന് പറഞ്ഞാൽ Q ഇൻറ്റു മോഡുലസ് ഓഫ് ദിസ് r - r' ഇൻറ്റു cos θ എന്ന് എഴുതാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് r - r' ഇൻറ്റു cos θ എന്ന് എഴുതാം. ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 37. സോ യൂസിങ് 36 ആൻഡ് 37 ഇൻ ഇക്വേഷൻ 35, ഈ 36ലുള്ള d³q-ന് ഈ പറഞ്ഞ q² sin θ dq d θ d⁵ എന്ന് കൊടുക്കുക. ഈ IQ.r⁻r'-ന് പകരം IQ ഇൻറ്റു മോഡുലസ് ഓഫ് r - r' cos θ എന്ന് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 35 ഈ രീതിയിലേക്ക് വരും. g(r⁻r' is equal to 1/2π³. നൗ ഒന്ന് ട്രിപ്പിൾ ഇൻ്റഗ്രലായിട്ട് നമ്മൾ എഴുതി, കാരണം തീറ്റ ഉണ്ട്, ഫൈ ഉണ്ട്, ക്യൂ ഉണ്ട്. ക്യൂവിൽ വരുന്ന ഇൻ്റഗ്രൽ 0 to ∞ q² ഡിവൈഡഡ് ബൈ k² - q² dq ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π e⁻IQ മോഡുലസ് r - r' cos θ sin θ d⁵ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π d⁵ എന്ന് വരും. ഇവിടെ നിങ്ങൾ നോക്കിയറിയാം, ഈ ക്യൂവിൻ്റെ ഇൻ്റഗ്രൽ ഇത് മാത്രം സോൾവ് ചെയ്താൽ തീരില്ല, കാരണം ഇതിൻ്റെ അകത്തും ക്യൂ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആദ്യം ഇൻ്റഗ്രൽ 0 to 2π d⁵ എന്ന് പറയുന്നത് 2π ആണെന്നറിയാം. നൗ നമ്മൾ ഈ ഇൻ്റഗ്രൽ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണോ അതിനെ തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഫൈനലി നമ്മൾ ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ഇൻ്റഗ്രൽ സോൾവ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് സോൾവ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ 0 to 2π d⁵ എന്ന് പറഞ്ഞാൽ 2π ആണ്. അപ്പോൾ ഇവിടെ ഒരു 2π ഉണ്ട്, താഴെ ഒരു 2π³ ഉണ്ട്. അപ്പോൾ മുകളിലെ 2πയും താഴത്തെ 2π³ കൂടെ വിട്ട് താഴെ 2π² വരും, എന്ന് വെച്ചാൽ 4π² എന്ന് വരും. അപ്പോൾ ഇവിടെ ഒരു 1/4π². നൗ ഇവിടെ ഇൻ്റഗ്രൽ 0 to ∞ q² ഡിവൈഡഡ് ബൈ k² - q² dq ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π e⁻IQ
മോഡ് ആർ മൈനസ് ആർ പ്രൈം കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഡി തീറ്റ എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 38. സോ ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഇൻ്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഇൻ്റഗ്രൽ 0 to പൈ ഇ റൈസ് ടു ഐ ക്യൂ മോഡ് ആർ മൈനസ് ആർ പ്രൈം കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഡി തീറ്റ. അതിനായിട്ട് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ്. കോസ് തീറ്റയ്ക്ക് പകരം നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, കോസ് തീറ്റയ്ക്ക് പകരം എക്സ് എന്ന് കൊടുത്താൽ ഡി എക്സ് എന്ന് പറയുന്ന മൈനസ് സൈൻ തീറ്റ ഡി തീറ്റ വരും. ഇനി ഇവിടുത്തെ ലിമിറ്റ് നിങ്ങൾ നോക്കി അറിയാം, 0 to പൈ ആണ് ലിമിറ്റ്. അപ്പോൾ എക്സിന് കോസ് തീറ്റ എന്ന് കൊടുത്താൽ വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0, വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 0, മുമ്പത്തെ ലിമിറ്റ് തീറ്റ 0 to പൈ ആണല്ലോ. അപ്പോൾ തീറ്റ 0 വരുമ്പം എക്സ് കോസ് തീറ്റ ആയതുകൊണ്ട് എക്സ് ഈസ് ഈക്വൽ ടു കോസ് 0 1 വരും. തീറ്റ പൈ വരുമ്പം എക്സ് കോസ് പൈ വരും, ദാറ്റ് ഈസ് -1 വരും. അപ്പോൾ നമ്മുടെ 0 to പൈ എന്നുള്ള ലിമിറ്റ് എങ്ങനെയായിട്ട് മാറും? 1 to -1 എന്നുള്ളതായിട്ട് മാറും. അപ്പോൾ ഈ റിസൾട്ടിനെ ഉപയോഗിച്ച് നമുക്ക് ഈ ഇൻ്റഗ്രൽ എങ്ങനെ എഴുതാം? 0 to പൈയെ 1 to -1 എന്ന് എഴുതി. പിന്നെ ഇവിടെ ഇ റൈസ് ടു ഐ ക്യൂ ആർ മൈനസ് ആർ പ്രൈം ഇൻറ്റു കോസ് തീറ്റയ്ക്ക് പകരം നമ്മൾ എക്സ് എന്ന് കൊടുത്തിരുന്നു. ഈ പറഞ്ഞ സൈൻ തീറ്റ ഡി തീറ്റ എന്ന് പറഞ്ഞപ്പോൾ മൈനസ് ഡി എക്സ് ആയിരിക്കും. കാരണം ഡി എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ ഡി തീറ്റ ആണ്. അപ്പോൾ സൈൻ തീറ്റ ഡി തീറ്റയ്ക്ക് പകരം മൈനസ് ഡി എക്സ് വരും. ആ മൈനസ് ആണ് ഇവിടെ പുറത്ത് കാണുന്ന മൈനസ്. സോ മൈനസ് ഇവിടെ ഡി എക്സ്. നമ്മൾ ഇവിടെ ഈ ഇൻ്റഗ്രലിൻ്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ -1 to +1 വരുമ്പം അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ നേരെ തിരിച്ചു കഴിയുമ്പം ഈ മൈനസ് എന്തായാലും പ്ലസ് ആവും. സോ ഇൻ്റഗ്രൽ -1 to +1 ഇ റൈസ് ടു ഐ ക്യൂ മോഡ് ആർ മൈനസ് ആർ പ്രൈം എക്സ് ഡി എക്സ് എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇ റൈസ് ടു സം ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇ റൈസ് ടു ഐ ക്യൂ മോഡ് ആർ മൈനസ് ആർ പ്രൈം എക്സ് ഡിവൈഡഡ് ബൈ ആ കോൺസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ ഐ ക്യൂ ഇൻറ്റു മോഡ് ആർ മൈനസ് ആർ പ്രൈം. ഇതിനെ -1 to +1 ലിമിറ്റും കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഇതിന് 1 എന്ന് കൊടുക്കുക ആദ്യം. അതായത് എക്സിന് പകരം ആദ്യം 1 കൊടുക്കുക, രണ്ടാമത് -1 കൊടുക്കുക. സോ എക്സിന് പകരം 1 കൊടുക്കുമ്പോൾ ഇ റൈസ് ടു ഐ ക്യൂ ഇൻറ്റു മോഡ് ആർ മൈനസ് ആർ പ്രൈം ഡിവൈഡഡ് ബൈ ഐ ക്യൂ മോഡ് ആർ മൈനസ് ആർ പ്രൈം എന്ന് വരും. എക്സിന് -1 കൊടുക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഐ ക്യൂ മോഡ് ആർ മൈനസ് ആർ പ്രൈം ഡിവൈഡഡ് ബൈ ഐ ക്യൂ മോഡ് ആർ മൈനസ് ആർ പ്രൈം എന്ന് വരും. ഡിനോമിനേറ്ററിനെ കോമൺ ആയിട്ട് എടുക്കുന്നു, ഐ ക്യൂ ഇൻറ്റു മോഡ് ആർ മൈനസ് ആർ പ്രൈം. ന്യൂമറേറ്ററിൽ അപ്പോൾ ഇ റൈസ് ടു ഐ ക്യൂ മോഡ് ആർ മൈനസ് ആർ പ്രൈം മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ ക്യൂ മോഡ് ആർ മൈനസ് ആർ പ്രൈം എന്ന് വരും. ആൻഡ് ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 39. ഓക്കെ, സോ നമ്മളങ്ങനെ ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നമുക്ക് ഈ രീതിയിലാണ് കിട്ടിയത്. ഇനി എന്ത് ചെയ്യാം? യൂസിങ് ഇക്വേഷൻ 39 ഇൻ ഇക്വേഷൻ 38, അതായത് ഇക്വേഷൻ 39 ഇവിടെ കിട്ടിയ ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെയുള്ള ഇക്വേഷൻ 38, അതായത് ഈ ഇൻ്റഗ്രൽ 0 to പൈ ഈ ഇൻ്റഗ്രൽ ഉണ്ടല്ലോ, ഇതിന് പകരം നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ജി ഓഫ് ആർ മൈനസ് ആർ പ്രൈം എന്ന് പറഞ്ഞ് ഇങ്ങനെ കിട്ടും. 1/4π² മോഡ് ആർ മൈനസ് ആർ പ്രൈം ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ക്യൂ കോമൺ ആയിട്ട് എടുക്കുന്നു. ഇ റൈസ് ടു ഐ ക്യൂ ആർ മൈനസ് ആർ പ്രൈം മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ ക്യൂ ആർ മൈനസ് ആർ പ്രൈം ഡിവൈഡഡ് ബൈ k² മൈനസ് q² ഇൻറ്റു ഡി ക്യൂ എന്ന് കിട്ടും. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 40 എന്ന് വിളിച്ചു. നൗ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ദാറ്റ് ഈസ് ജി ഓഫ് ആർ മൈനസ് ആർ പ്രൈം ഈസ് ഈക്വൽ ടു 1/4π² മോഡ് ആർ മൈനസ് ആർ പ്രൈം ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. നമ്മൾ ഇതിനെ 2 ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ആദ്യത്തെ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ക്യൂ ഇ റൈസ് ടു ഐ ക്യൂ മോഡ് ആർ മൈനസ് ആർ പ്രൈം ഡിവൈഡഡ് ബൈ k² മൈനസ് q² ഡി ക്യൂ. നെക്സ്റ്റ് ടേം ഇവിടെ മൈനസ് ആണല്ലോ, സോ മൈനസ് ഓഫ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ക്യൂ ഇൻറ്റു ഇവിടെ ഇ റൈസ് ടു മൈനസ് ഐ ക്യൂ മോഡ് ആർ മൈനസ് ആർ പ്രൈം ഡിവൈഡഡ് ബൈ k² മൈനസ് q² ഡി ക്യൂ എന്ന് വരും. ദാറ്റ് ഈസ് ദിസ് ജി ഓഫ് ആർ മൈനസ് ആർ പ്രൈം ഇസ് ഈക്വൽ ടു ആദ്യത്തെ തുടക്കത്തിലുള്ളതല്ല അതുപോലെ 1/4π² മോഡ് ആർ മൈനസ് ആർ പ്രൈം ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഈ ടൈമൊക്കെ അതുപോലെ തന്നെ എഴുതി മൈനസ് ഇവിടെ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എന്നുള്ളതിനെ നമ്മൾ ഇൻ്റഗ്രൽ 0 to മൈനസ് ഇൻഫിനിറ്റി എന്ന് എടുക്കുന്നു. അങ്ങനെ മൈനസ് ഇൻഫിനിറ്റി ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇവിടുത്തെ ക്യൂവിന് പകരം നമ്മൾ മൈനസ് ക്യൂ എന്ന് കൊടുക്കുന്നു. ഓക്കെ, കാരണം ക്യൂവിന് പകരം മൈനസ് ക്യൂ എന്ന് കൊടുക്കുമ്പം നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് ഏതിലേക്ക് പോകും? നെഗറ്റീവിലേക്ക് പോകും. അപ്പോൾ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ആവാൻ വേണ്ടി ഈ എക്സ്പ്രഷനിലെ ക്യൂ കാണുന്നിടത്തല്ല മൈനസ് ക്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ മൈനസ് ക്യൂ വരും. ഈ ഡി ക്യൂവിന് പകരം മൈനസ് ഡി ക്യൂ വരും. ഇ റൈസ് ടു മൈനസ് ക്യൂവിൽ ക്യൂവിന് പകരം മൈനസ് ക്യൂ കൊടുത്താൽ ഇത് ഇ റൈസ് ടു പ്ലസ് ഐ ക്യൂ ഇൻറ്റു മോഡ് ആർ മൈനസ് ആർ പ്രൈം ആവും. താഴെ k² മൈനസ് q². ഈ ക്യൂവിന് പകരം മൈനസ് ക്യൂ കൊടുത്താലും സ്ക്വയർ എടുക്കുമ്പോൾ ഇത് പ്ലസ് ആവും. ഇപ്പോൾ നമുക്കിവിടെ k² മൈനസ് q² എന്ന് തന്നെ കിട്ടും. ഓക്കെ, നൗ അടുത്ത് നമ്മൾ ചെയ്യുന്ന ഈ ലിമിറ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അതായത് 0 to ഇൻഫിനിറ്റി എന്നുള്ളതിനെ മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്ന് എഴുതും. അങ്ങനെ എഴുതുമ്പോൾ എന്ത് പറ്റും? എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു മൈനസ്, ഈ മൈനസും കൂടെ പ്ലസ് ആയി. ഓക്കെ, ഇനി നമ്മൾ ഈ ലിമിറ്റ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അത് വീണ്ടും ഒരു മൈനസ് ആവും. ആ മൈനസ് ഈ പുറത്ത് കിടക്കുന്ന മൈനസും കൂടെ കൂടിയിട്ട് എന്തായിക്കോളും? പ്ലസ് ആയിക്കോളും. അപ്പോൾ നമുക്ക് ഈ ടേം എന്ന് പറയുന്നത് ജി ഓഫ് ആർ മൈനസ് ആർ പ്രൈം ഇസ് ഈക്വൽ ടു 1/4π² മോഡ് ആർ മൈനസ് ആർ പ്രൈം ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി
ക്യൂ ഇ റൈസ് ടു ഐ ക്യൂ മോഡ് ആർ മൈനസ് ആർ പ്രൈം ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ ഡി ക്യൂ പ്ലസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 ക്യൂ ഇ റൈസ് ടു ഐ ക്യൂ മോഡ് ആർ മൈനസ് ആർ പ്രൈം ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ ഡി ക്യൂ എന്ന് വരും. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇൻ്റഗ്രൽ, ഇതിൻ്റെ ഇൻ്റഗ്രലിനകത്ത് കിടക്കുന്ന രണ്ട് ടേം ഒന്ന് തന്നെയാണ്. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു 0, ഇവിടെ 0 ടു ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ ടോട്ടൽ വരുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരും. അപ്പോൾ നമുക്കിതിനെ ഒറ്റ ലിമിറ്റായിട്ട് എഴുതാം. ഇവിടെ നമുക്ക് ജി ഓഫ് ആർ മൈനസ് ആർ പ്രൈം എന്ന് പറയുന്നത് ഇവിടെ 1 ഡിവൈഡഡ് ബൈ 4 പൈ സ്ക്വയർ ഐ മോഡ് ആർ മൈനസ് ആർ പ്രൈം ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ക്യൂ ഇ റൈസ് ടു ഐ ക്യൂ മോഡ് ആർ മൈനസ് ആർ പ്രൈം ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ ഡി ക്യൂ. അപ്പോൾ ഓക്കെ, സോ അവിടെ ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അവിടെ ഒരു മൈനസ് സൈന് പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇവിടെ ഈ മൈനസ് സൈൻ വരുമ്പോൾ നമ്മുടെ ഈ എക്സ്പ്രഷനിൽ കെ സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ ആയിരിക്കില്ല, മറിച്ച് ഇത് നേരെ തിരിയും. ക്യൂ സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ആക്കണം കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾ ഈ മൈനസ് സൈൻ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഈ എക്സ്പ്രഷൻ ഇതുപോലെ എഴുതുക, അല്ല ഇവിടെ മൈനസ് സൈൻ ഇടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ കെ സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയറിനെ തിരിച്ച് ക്യൂ സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്നാക്കുക. അതൊരു മിസ്റ്റേക്കാണ്, നിങ്ങളത് കറക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ബുക്ക് ഫോർ സ്റ്റഡിയിൽ, അതായത് സെറ്റ്ലിയുടെ ക്വാണ്ടം മെക്കാനിക്സിൽ നിങ്ങൾ സ്കാറ്ററിങ്ങിൻ്റെ ചാപ്റ്റർ നോക്കിയാൽ അതിലെ ഇക്വേഷൻ 11.53 എന്ന് പറയുന്ന ഇക്വേഷനിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് അവിടെ നമുക്ക് എന്തുണ്ട്, ഈ പറഞ്ഞ ഇതേപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ മൈനസ് സൈൻ ഇടുന്നുണ്ട് എങ്കിൽ ഇത് കെ സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ അല്ല, മറിച്ച് ക്യൂ സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ആണ്. ഓക്കെ, സോ ദിസ് ഇസ് അവർ ഇക്വേഷൻ നമ്പർ 41. ഇനി ഈ ഇൻ്റഗ്രൽ നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾ കോംപ്ലക്സ് അനാലിസിസ് പഠിക്കുന്ന സമയത്ത് മെത്തേഡ് ഓഫ് റെസിഡ്യൂ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ ഇത് നോക്കി അറിയാം, ഇവിടെ കെ സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ ആണെന്ന് വെച്ചാൽ ഇതിന് രണ്ട് പോൾസ് ആണുള്ളത്. ഒരു പോൾ എന്ന് പറയുന്നത് ക്യൂ ഈക്വൽ ടു പ്ലസ് കെ ആണ്. ക്യൂ പ്ലസ് കെ ആയാൽ കെ സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഡിനോമിനേറ്റർ 0 ആവും. ക്യൂവിന് മൈനസ് കെ കൊടുത്താലും ഇതെന്താവും, ഡിനോമിനേറ്റർ 0 ആവും. അപ്പോൾ നമുക്കിവിടെ രണ്ട് പോൾസ് ആണുള്ളത്, പ്ലസ് കെയും മൈനസ് കെയും. ക്യൂ ഈക്വൽ ടു പ്ലസ് കെയും ക്യൂ ഈക്വൽ ടു മൈനസ് കെയും. അപ്പോൾ നമുക്ക് ഈ രണ്ട് പോൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ രണ്ട് സൊല്യൂഷൻസ് കിട്ടും. അപ്പോൾ ഈ ക്യൂ ഈക്വൽ ടു പ്ലസ് കെയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നതിനെ ജി പ്ലസ് ആർ മൈനസ് ആർ പ്രൈം എന്ന് നമ്മൾ എഴുതുന്നു. നമുക്ക് കാണേണ്ടത് ഇവിടെ ശ്രദ്ധിക്കുക, ഈ ജി ഓഫ് ആർ മൈനസ് ആർ പ്രൈം ആണല്ലോ കാണേണ്ടത്. അതിന് ഈ ഇൻ്റഗ്രൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോംപ്ലക്സ് അനാലിസിസ് മെത്തേഡ് ഓഫ് റെസിഡ്യൂസ് ഉപയോഗിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ രണ്ട് വാല്യൂസ് വരുന്നുണ്ട്. ഒന്ന് ക്യൂവിന് പ്ലസ് കെയും വരുന്നുണ്ട്, മറ്റൊന്ന് ക്യൂവിന് മൈനസ് കെയും വരുന്നുണ്ട്. ക്യൂ ഈക്വൽ ടു പ്ലസ് കെ എടുക്കുമ്പോൾ ഇൻ്റഗ്രലിന് ഒരു വാല്യൂ കിട്ടും, ക്യൂ ഈക്വൽ ടു മൈനസ് കെ എടുക്കുമ്പോൾ ഇൻ്റഗ്രലിന് മറ്റൊരു വാല്യൂ കിട്ടും. അതിനനുസരിച്ച് ക്യൂ ഈക്വൽ ടു പ്ലസ് കെ എടുക്കുമ്പോൾ കിട്ടുന്ന ഇൻ്റഗ്രലിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ജി ഓഫ് ആർ മൈനസ് ആർ പ്രൈമിനെ നമ്മൾ ജി പ്ലസ് ആർ മൈനസ് ആർ പ്രൈം എന്നും, ക്യൂ ഈക്വൽ ടു മൈനസ് കെ കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെ ജി മൈനസ് ആർ പ്രൈം എന്നും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ജി പ്ലസ് ആർ മൈനസ് ആർ പ്രൈമും ജി മൈനസ് ആർ പ്രൈം എന്ന് പറയുന്നത് ഈ രണ്ട് ഫോമിൽ നമുക്കിവിടെ കിട്ടും. ഓക്കെ, അതിനെ നമ്മൾ ഇക്വേഷൻ 42 എന്നും അതേപോലെ ഇക്വേഷൻ 43 എന്നും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഇനി ഈ ഗ്രീൻസ് ഫംഗ്ഷൻ ജി പ്ലസ് ആർ മൈനസ് ആർ പ്രൈം എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെൻറ്റ്സ് ആൻ ഔട്ട് ഗോയിങ് സ്പെറിക്കൽ വേവ് എമിറ്റഡ് ഫ്രം ആർ പ്രൈം ആൻഡ് ഓക്കെ, അതായത് ഈ പറഞ്ഞ ജി പ്ലസ് ആർ മൈനസ് ആർ പ്രൈം ഡിനോട്ട് ചെയ്യുന്ന ഒരു ഔട്ട് ഗോയിങ് സ്പെറിക്കൽ വേവിനെയാണ്, പുറത്തേക്ക് പോകുന്ന ഒരു സ്പെറിക്കൽ വേവിനെയാണ്. നിങ്ങളോട് നോക്കിയാൽ ജി റൈസ് ടു ഐ കെ ആണല്ലോ, സോ ഇറ്റ് ഈസ് ആൻ ഔട്ട് ഗോയിങ് സ്പെറിക്കൽ വേവ്. അതേസമയം ജി മൈനസ് ഓഫ് ആർ മൈനസ് ആർ പ്രൈം എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെൻറ്റ്സ് ആൻ ഇൻകമിങ് വേവ് ആണ്. ഓക്കെ, കറസ്പോണ്ട്സ് ടു ആൻ ഇൻകമിങ് വേവ് ദാറ്റ് കൺവേർജസ് ഇൻ ടു ആർ പ്രൈം ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മളിവിടെ എന്താണ് സോൾവ് ചെയ്യുന്നത്, നമുക്ക് വേണ്ടത് സ്കാറ്റേർഡ് വേവ് ആണ്. ഓക്കെ, സ്കാറ്റേർഡ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ഔട്ട്വേർഡ് ഡയറക്ഷനിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നൊരു വേവാണ്, അല്ലെങ്കിൽ അതൊരു ഔട്ട് ഗോയിങ് വേവാണ്. അതുകൊണ്ട് തന്നെ ഇതിന് മാത്തമാറ്റിക്കലായിട്ട് ജി പ്ലസ് ആർ മൈനസ് ആർ പ്രൈമും ജി മൈനസ് ആർ പ്രൈമും സൊല്യൂഷൻ വരാമെങ്കിലും നമുക്കിവിടെ വേണ്ടത് സ്കാറ്റേർഡ് വേവിൻ്റെ സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെടുത്താൽ മതി, ഈ പറഞ്ഞ ജി പ്ലസ് ആർ മൈനസ് ആർ പ്രൈം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇൻസേർട്ടിങ് ഇക്വേഷൻ 42 ഇൻറ്റു ഇക്വേഷൻ 28. ഓക്കെ, ഇക്വേഷൻ 42 എന്ന് പറയുന്നത് ജി പ്ലസ് ആർ മൈനസ് ആർ പ്രൈം ആണ്. അതിനെ നമ്മൾ ഇക്വേഷൻ 28ലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇക്വേഷൻ 28 എന്ന് പറയുന്നത് നമുക്ക് നോക്കാം, ഇതാണ് ഇക്വേഷൻ 28. ഈ ഇക്വേഷൻ 28ൽ ഇവിടെ ഒരു ജി ഓഫ് ആർ മൈനസ് ആർ പ്രൈം ഉണ്ടല്ലോ. ഈ ജി ഓഫ് ആർ മൈനസ് ആർ പ്രൈമിന് പകരം നമുക്കിപ്പോൾ കിട്ടിയ ജി പ്ലസ് ആർ മൈനസ് ആർ പ്രൈമിനെ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ
നമുക്കിവിടെ ഇങ്ങനെ കിട്ടും. അതായത് psi ഓഫ് ആർ ഈസ് ഈക്വൽ ടു ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ പ്ലസ് 2 mu ബൈ എച്ച് ബാർ സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രൽ -1/4π ഇ റൈസ് ടു ഐ കെ മോഡ് ആർ മൈനസ് ആർ പ്രൈം താഴെ ഡിവൈഡഡ് ബൈ മോഡ് ആർ മൈനസ് ആർ പ്രൈം ഇൻറ്റു വി ഓഫ് ആർ പ്രൈം സൈ ഓഫ് ആർ പ്രൈം ഡി ക്യൂബ് ആർ പ്രൈം എന്ന് കിട്ടും. അപ്പോൾ ഓക്കെ, ഇതാണ്. ഇത് ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. ഈ ചെറിയൊരു ഇത് ഈ -1/4π കൂടെ പുറത്തേക്ക് എടുത്തു. 2 mu ബൈ എച്ച് ബാർ സ്ക്വയർ ഇൻറ്റു -1/4π കൂടി നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ എഴുതി. സോ സൈ ഓഫ് ആർ ഈസ് ഈക്വൽ ടു ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ 2π എച്ച് ബാർ സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ദിസ് ടേം എന്ന് നമുക്ക് കിട്ടി. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 44 എന്ന് വിളിച്ചു. സോ ദിസ് ഇസ് ആൻ ഇൻറ്റഗ്രൽ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഗിവൺ ബൈ ഇക്വേഷൻ 25. നമ്മുടെ ഇക്വേഷൻ നമ്പർ 25 ഉണ്ടല്ലോ, ഇക്വേഷൻ നമ്പർ 25 എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു. ദാറ്റ് ഇസ് നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആയിരുന്നു ഇക്വേഷൻ നമ്പർ 25. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇൻറ്റഗ്രൽ ഇക്വേഷനാണ് ഈ പറഞ്ഞ ഇക്വേഷൻ 44 എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഗീവ് ദി അൺനോൺ ഫംഗ്ഷൻ സൈ ഓഫ് ആർ. ഇതെന്ത് കിട്ടുന്നില്ല, നമുക്ക് അൺനോൺ ഫംഗ്ഷൻ സൈ ഓഫ് ആർ കിട്ടുന്നില്ല. സോ ദ കൺവേർഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ടു ആൻ ഇൻറ്റഗ്രൽ ഇക്വേഷൻ ഈസ് ഡൺ. എന്തിനാണ് ഇത് ചെയ്തത്? ഇക്വേഷൻ 25 ഉണ്ടായിരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഈ തരത്തിലുള്ള ഒരു ഇൻറ്റഗ്രൽ ഇക്വേഷനാക്കി മാറ്റിയത് എന്തിനാണ്? ബിക്കോസ് ഇൻറ്റഗ്രൽ ഇക്വേഷൻസ് ആർ സ്യൂട്ടബിൾ ഇൻ ഗെറ്റിംഗ് ദ അൺനോൺ ഫംഗ്ഷൻ എസ്പെഷ്യലി ഇൻ സ്കാറ്ററിംഗ് തിയറി. സ്കാറ്ററിംഗ് തിയറിയിൽ ഈ പറഞ്ഞ അൺനോൺ ഫംഗ്ഷൻ, ഇവിടുത്തെ അൺനോൺ ഫംഗ്ഷൻ സൈ ഓഫ് ആർ ആണ്. ഈ അൺനോൺ ഫംഗ്ഷൻ കിട്ടാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞ ഇൻറ്റഗ്രൽ ഇക്വേഷൻസ് ആണ്. സോ നമ്മളിനി ചെയ്യുന്നത് ഇക്വേഷൻ 44 ഉണ്ട്. ഇറ്റ് ക്യാൻ ബി സോൾവ്ഡ് അപ്രോക്സിമേറ്റ്ലി. ഒരു അപ്രോക്സിമേറ്റ് സൊല്യൂഷനാണ് നമ്മൾ കാണുന്നത് ബൈ മീൻസ് ഓഫ് എ സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഒരു സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡ് വി ഒബ്റ്റെയിൻ ദ സൊല്യൂഷൻ ആസ് എ സീരീസ് ആൻഡ് ഇസ് നോൺ ആസ് ബോണ്ട് സീരീസ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ബോണ്ട് സീരീസ് ആയിരിക്കും നമുക്ക് കിട്ടുക, ഇക്വേഷൻ 44ൻ്റെ സൊല്യൂഷൻ. അപ്പോൾ അതിന് സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡ് ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 0th ഓർഡർ സൊല്യൂഷൻ കിട്ടും, അത് ഉപയോഗിച്ച് ഒരു ഫസ്റ്റ് ഓർഡർ സൊല്യൂഷൻ കാണും. ആ ഫസ്റ്റ് ഓർഡർ സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ സെക്കൻഡ് ഓർഡർ സൊല്യൂഷൻ കാണും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സെക്കൻഡ് ഓർഡർ തേർഡ് ഓർഡർ അങ്ങനെ കണ്ടിട്ടാണ് ഈ പറഞ്ഞ സക്സസീവ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ സാധാരണഗതിയിൽ സൊല്യൂഷൻ കാണുക. അങ്ങനെ 0 ഓർഡർ സൊല്യൂഷൻ കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഈ സൈ 0 ഓഫ് ആർ എന്ന് പറയുന്നത് ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ ആണെന്ന് എടുക്കുന്നു. ഓക്കെ, അതായത് we are taking this psi 0 of r is equal to phi incident of r എന്ന് വെച്ചാൽ ഓക്കെ നമുക്ക് നോക്കാം. ഇവിടെ the 0 order solution is given by taking നമ്മൾ psi 0 of r is equal to phi incident of r എന്ന് എടുക്കും. The first order solution is given by feeding psi 0 of r back into the solution equation 44 and setting the variable r prime to r1. അതായത് ഇവിടെ നോക്കിയേ psi 1 of r. ഓക്കെ, നമുക്കിവിടെ നേരത്തെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ ഇക്വേഷൻ നോക്കിയാൽ അറിയാം, ഇവിടെ സൈ ഓഫ് ആർ ആയിരുന്നു. ഓക്കെ, ഈ സൈ ഓഫ് ആറിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, സൈ 1 ഓഫ് ആർ കാണുകയാണ്. സൈ 1 ഓഫ് ആർ കാണാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞേ? ഇതാ ഇവിടെ നമുക്ക് കിട്ടുന്നത് സൈ 1 ഓഫ് ആർ ഈക്വൽ ടു ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ മൈനസ് മ്യൂ ബൈ 2π എച്ച് ബാർ സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രൽ ഇ റൈസ് ടു ഐ കെ ആർ മൈനസ് ആർ പ്രൈമിന് പകരം R1 കൊടുക്കുക. ആർ പ്രൈം ഉള്ളിടത്തല്ല R1 കൊടുക്കുക. അതുപോലെ ഇവിടെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ സൈ 0 ഓഫ് R1 ആണ്. നേരത്തെ എന്താ ഉണ്ടായിരുന്നത്? നേരത്തെ ഉണ്ടായിരുന്നത് ഇതാ ഇവിടെ സൈ ഓഫ് ആർ പ്രൈം ആയിരുന്നു. അപ്പം നമ്മൾ ഈ സൈ ഓഫ് ആർ പ്രൈമിന് പകരം എന്ത് കൊടുത്തു? ഇവിടെ സൈ 0 ഓഫ് ആർ പ്രൈം എന്ന് കൊടുത്തു. ഓക്കെ, സൈ 0 ഓഫ് ആർ പ്രൈം എന്ന് കൊടുത്തു. ആ സൈ 0 ഉപയോഗിച്ച്, അതായത് ഈ സൈ ഓഫ് ആർ പ്രൈമിന് വരെ സൈ 0 കൊടുത്തിട്ട് സൈ 1 കണ്ടുപിടിക്കും. എന്നിട്ട് കിട്ടുന്ന സൈ 1 ഇവിടെ കൊണ്ട് കൊടുത്തിട്ട് വീണ്ടും സൈ 2 കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ഓരോ തവണയും വേരിയബിൾ മാറ്റി. ഇവിടെ ആർ പ്രൈം ആണ് വേരിയബിൾ ഉള്ളത്, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, R1 എന്ന് നമ്മൾ മാറ്റി വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സൈ 1 ഓഫ് ആർ കാണാൻ വേണ്ടി നിങ്ങൾ ഇവിടെ എന്ത് കൊടുക്കുന്നു, സൈ 0 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് വേരിയബിൾ ആർ പ്രൈം ഉള്ളിടത്തല്ല R1 കൊടുക്കുന്നു. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, സൈ 1 ഓഫ് ആർ കിട്ടും. ഈ സൈ 1 ഓഫ് ആർ എന്ന് പറയുന്നത് ദിസ് ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ മൈനസ് മ്യൂ ബൈ 2π എച്ച് ബാർ സ്ക്വയർ ഇൻറ്റഗ്രൽ ഇ റൈസ് ടു ഐ കെ ആർ മൈനസ് R1 മോഡ് ആർ മൈനസ് R1 വി ഓഫ് R1 ഇൻറ്റു എഗെയിൻ നമ്മൾ പറഞ്ഞു സൈ 0 ഓഫ് R1 എന്ന് പറയാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൈ 0 ഓഫ് ആറിന് പകരം എന്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞേ, ഫൈ ഇൻസിഡൻറ്റ് ഓഫ് ആർ എന്ന് കൊടുക്കണം എന്ന് പറഞ്ഞത്. അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ 0th ഓർഡർ സൊല്യൂഷനാണ് സൈ 0 ഓഫ് R1 എന്ന് പറയുന്നത്. ആ 0th ഓർഡർ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണം. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിന് വേണ്ടി സൈ 0 ഓഫ് R1ന് പകരം നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നു, ഫൈ ഇൻസിഡൻറ്റ് ഓഫ് R1 എന്ന് ചൂസ് ചെയ്യുന്നു. ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ സൈ 1 ഓഫ് ആർ കാണുന്നു. ആ സൈ 1 ഓഫ് ആർ എടുത്തിട്ട് അടുത്ത ഇക്വേഷനിൽ ഈ സൈ 0 ഓഫ് R1ന് പകരം കൊടുക്കും. സോ ദ സെക്കൻഡ് ഓർഡർ സൊല്യൂഷൻ ഇസ് ഒബ്റ്റെയിൻഡ് ബൈ ഇൻസർട്ടിംഗ് സൈ 1 ഓഫ് ആർ ഇൻറ്റു ഇക്വേഷൻ 44.
ഇതാ അടുത്ത ഇക്വേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് psi2 of r കാണണം. psi2 of r കാണണമെങ്കിൽ ഇവിടെ കണ്ട psi0 of r1ന് പകരം നമ്മൾ psi0ക്ക് പകരം psi1 കൊടുക്കുന്നു. വേരിയബിൾ നമ്മളപ്പോൾ r1ൽ നിന്ന് r2ലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ psi2 കണ്ടുപിടിക്കുന്നു. ഈ psi2 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തേർഡ് ഓർഡർ സൊല്യൂഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ psi0 ആയിരുന്നു, ഇപ്പോൾ psi1 ആയി. psi2 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ psi1ന് പകരം ഇവിടെ psi2 കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ r3 ആയിട്ട് മാറും. അങ്ങനെ അപ്പോൾ നമുക്കിവിടെ സെക്കൻഡ് ഓർഡർ സൊല്യൂഷനാണ് എടുക്കുന്നത്. സെക്കൻഡ് ഓർഡർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാ നമ്മൾ മുമ്പേ ഇവിടെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ഇവിടെ ഈ psi1 of r2 ഉണ്ടല്ലോ, psi1 of r2. ഈ psi1 of r2ന് പകരം നമുക്കിവിടെ psi1 of r എന്താണെന്നുണ്ട്. അപ്പോൾ ഈ എക്സ്പ്രഷൻ കൊണ്ട് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. psi1 of r ഇവിടെ ഉണ്ട് ഇക്വേഷൻ 45-ൽ. അപ്പോൾ ഇക്വേഷൻ 45-ൽ നിങ്ങൾക്ക് psi1 of r2 എന്താണെന്ന് എടുക്കാം. ഇവിടെ എല്ലാത്തിനും പകരം r2 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, 6 കാണുന്നിടത്തല്ല r2 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് psi1 of r2 കിട്ടും. ആ psi1 of r2 കൊണ്ട് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഈ ടേമിനെ എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് psi2 of r എന്ന് പറയുന്നത് phi ഇൻസിഡൻറ്റ് ഓഫ് r മൈനസ് mu by 2pi h bar square into integral e raised to ik mod r minus r2 into mod r minus r2 v of r2 into ഇവിടെ എന്ത് കൊടുത്തു? ഇവിടെ ഇതാ ഈ psi1 of r2ന് പകരം നമ്മൾ ഈ ടേം അതേപോലെ കൊണ്ട് കൊടുത്തു. അതേപോലെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, psi1 of r2 ആണ്. അപ്പോൾ r ഉള്ളിടത്ത് r2 കൊടുക്കണം. അപ്പോൾ ഇത് phi ഇൻസിഡൻറ്റ് r2 വരും. അതുപോലെ ഇത് r2 മൈനസ് r1 എന്നൊക്കെ വരും. അപ്പം ഇതാ r2 മൈനസ് r1, ഇവിടെ r2 മൈനസ് r1 v of r1. നമ്മൾ ഈ ടേം അതേപോലെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് psi2 of r എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേം phi ഇൻസിഡൻറ്റ് ഓഫ് r. രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് mu by 2h bar square ഈ ഇൻ്റഗ്രൽ v of r2. ഇത്രയും ടേം അതേപോലെ എഴുതി. ഇവിടെ ഒരു phi ഇൻസിഡൻറ്റ് r2 ഉണ്ട്, അതിവിടെ വന്നു. പിന്നെ ലാസ്റ്റത്തെ d cube r2 അതിവിടെ വന്നു. നൗ മൈനസ്, ഇവിടെ മൈനസ് ഉണ്ട്, വീണ്ടും എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൈനസ് 2 mu by h bar square ഉണ്ട്, ഇവിടെ മൈനസ് 2 mu by h bar square ഉണ്ട്. സോ പ്ലസ് mu by 2h bar mu ഡിവൈഡഡ് ബൈ 2pi h bar square ഹോൾ സ്ക്വയർ എന്ന് വരും. ഇൻറ്റു ഇവിടെ ഒരു ഇൻ്റഗ്രൽ e റൈസ് ടു ik mod r മൈനസ് r2 അതിവിടെ ഉണ്ട്. ഒരു v of r2 അതും ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ കിടക്കുന്ന d cube r2 ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഇൻ്റഗ്രൽ ഇതുണ്ട്. ഈ ഇൻ്റഗ്രൽ അതേപോലെ എഴുതി അവിടെ d cube r1. അപ്പോൾ ഇത്രയും ടേമുകൾ നമുക്കിവിടെ രണ്ടാമത്തെ ടേമായിട്ട് വരും. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 46 എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ psi2 r എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ സീരീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോൺ സീരീസ് എന്ന് പറയുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് തേർഡ് ഓർഡറോ ഫോർത്ത് ഓർഡറോ ഒക്കെ കണ്ടുപിടിച്ച് പോകാം. നമ്മളിവിടെ അപ് ടു സെക്കൻഡ് ഓർഡർ വരെയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് കാണണം ഈ psi2 of r അല്ലെങ്കിൽ ഇതിൻ്റെ വേവ് ഫംഗ്ഷൻ സൊല്യൂഷൻ നമുക്ക് കാണണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അസിംപ്റ്റോട്ടിക് ലിമിറ്റ് കൊടുക്കുന്നു. By taking the asymptotic limit of the wave function, we are able to show that for large values of r, equation 44 reduces to equation 14. Equation 44 എന്ന് പറയുന്നത് ഏതാണ്? ഇത്. ഈ ഇക്വേഷൻ 44 എന്ന് പറയുന്നത് ഇക്വേഷൻ 14 ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ട് ഇക്വേഷൻ 14 ഏതാണെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ കാണുമ്പോൾ ഇക്വേഷൻ 44നെ നമുക്ക് ഇക്വേഷൻ 14ലേക്ക് എത്തിക്കാൻ പറ്റും. അതായത് ഇതാണ് ഇക്വേഷൻ 14. ഓക്കെ, നോക്കിയേ, ഇക്വേഷൻ 14 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇത് ഇൻസിഡൻറ്റ് വേവ് പ്ലസ് സ്കാറ്റേർഡ് വേവ്, ആ രീതിയിലാണ് എഴുതിയിരുന്നത്. ഇവിടെ f of theta phi എന്ന് പറയുന്നതാണ് നമ്മുടെ സ്കാറ്ററിങ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 44നെ ഇക്വേഷൻ 14ൻ്റെ ഫോമിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ റെഡ്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അതിനകത്ത് ഈ പറഞ്ഞ f of theta phi കാണാൻ വേണ്ടി പറ്റും. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ 44നെ ഇക്വേഷൻ 14ൻ്റെ ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ചെയ്യുന്നതാണ് by taking the asymptotic limit of the wave function, we are able to show that for large values of r, equation 44 reduces to equation 14, which gives the total wave consisting of equation 14 എന്ന് പറയുന്നത് എന്തായിരുന്നു? ടോട്ടൽ വേവിൻ്റെ ഇക്വേഷൻ ആണ്. അതിനകത്ത് എന്തുണ്ട്? ഇൻസിഡൻറ്റ് പ്ലെയിൻ വേവും ഉണ്ട്, സ്കാറ്റേർഡ് വേവും ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും കൂടി സൂപ്പർ പൊസിഷൻ ആണ് നമ്മുടെ ടോട്ടൽ വേവ് എന്ന് പറയുന്നത്. അതാണ് ഇക്വേഷൻ 14. അപ്പോൾ ഇക്വേഷൻ 44നെ റെഡ്യൂസ് ചെയ്ത് ഇക്വേഷൻ 14ൻ്റെ ഫോമിലേക്ക് കൊണ്ടുവരുന്നു. So in a scattering experiment, since the detector is located at distances away from the target, ഇനി നമ്മൾ എടുക്കുന്ന അപ്രോക്സിമേഷൻ ഇതാണ്. ഒരു സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് നടക്കുമ്പം നമ്മുടെ ഡിറ്റക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് വെരി ലാർജ് ഡിസ്റ്റൻസ് ഫ്രം ദ ടാർജറ്റ്. ടാർജറ്റിൽ നിന്നും വളരെ ഡിസ്റ്റൻസിലാണ് ഈ ഡിറ്റക്ടർ ഉള്ളത്. ദാറ്റ് ആർ മച്ച് ലാർജർ ദാൻ ദി സൈസ് ഓഫ് ദ ടാർജറ്റ് ആസ് ഷോൺ ഇൻ ഫിഗർ. അതുപോലെ
Since the detector is located at distances away from the target that are much larger than the size of the target. ടാർജറ്റിൻ്റെ സൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിറ്റക്ടറും ടാർജറ്റും തമ്മിലുള്ള ദൂരം വളരെ വലുതാണ്. ഓക്കെ, എന്താണ്? ടാർജറ്റിൻ്റെ സൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിറ്റക്ടറും ടാർജറ്റും തമ്മിലുള്ള ദൂരം വളരെ വലുതാണ്. എന്ന് വെച്ചാൽ ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ആർ പ്രൈം. നിങ്ങളിവിടെ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് ഡിറ്റക്ടർ. ഓക്കെ, ഇതാണ് നമ്മുടെ ടാർജറ്റ് എന്ന് പറയുന്നത്. ടാർജറ്റ് ഏരിയ ഇതാണ്. അപ്പോൾ ഡിറ്റക്ടറും ടാർജറ്റും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഇത്രയും ദൂരം വരും. ഈ ടാർജറ്റിൻ്റെ സൈസ്, ഈ പറഞ്ഞ ടാർജറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ ആർ പ്രൈമാണ്. അപ്പോൾ ഈ ടാർജറ്റിൻ്റെ സൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഈ ഡിസ്റ്റൻസിനെ വെച്ച് ആർ പ്രൈം എന്ന് പറയുന്ന ഈ സൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസ് വളരെ വലുതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇത് നോക്കിയേ, ഈ ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ആർ പ്രൈം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ആർ പ്രൈം. കാരണം ആറാണ് ഈ ടാർജറ്റും ഡിറ്റക്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത് വളരെ വലുതാണ് കമ്പയർ ടു ദിസ് ടാർജറ്റിൻ്റെ സൈസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ആർ പ്രൈം, നമുക്ക് കെ ഇൻറ്റു മോഡ് ആർ മൈനസ് ആർ പ്രൈമിനെയും 1/mod ആർ മൈനസ് ആർ പ്രൈമിനെ എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. കെ ഇൻറ്റു മോഡുലസ് ഓഫ് ആർ മൈനസ് ആർ പ്രൈം, ഇതൊരു വെക്ടറിൻ്റെ മോഡുലസ് ആണ്. ഇതിനെ നമുക്ക് കെ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ്, ഓക്കെ, നിങ്ങൾക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർ സ്ക്വയർ മൈനസ് 2, അതായത് ഒരു എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോം ആണല്ലോ, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇത് ആർ സ്ക്വയർ മൈനസ് 2r ആർ പ്രൈം പ്ലസ് ആർ പ്രൈം സ്ക്വയർ എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു, ഞാൻ ഈ ഇതിനകത്തുനിന്ന് എന്ത് ചെയ്യുന്നു, ഒരു ആർ സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കുന്നു. ആർ സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ റൂട്ടിൻ്റെ പുറത്ത് 6 ആയിട്ടായിരിക്കും വരിക. 6 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പുറത്ത് വരുമ്പോൾ ഇത് 1 വരും, മൈനസ് 2 ഇൻറ്റു ആർ പ്രൈം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ വരുമ്പോൾ ഇവിടെ ആർ പ്രൈം ബൈ 6 വരും, പ്ലസ് നെക്സ്റ്റ് ടേമിൽ ആർ പ്രൈം സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ വരും. അപ്പോൾ അത് ഈ രീതിയിൽ നമുക്ക് കിട്ടും. നൗ ദിസ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ്, ഇതിനെ നമുക്ക് കെ ആർ ഇൻറ്റു, ഇവിടെ നോക്കുക, നമ്മൾ പറഞ്ഞു ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ആർ പ്രൈം ആണെങ്കിൽ ഇവിടെ ഈ ടേം ആർ പ്രൈം സ്ക്വയർ ബൈ ആർ സ്ക്വയർ എടുക്കുമ്പം ഈ ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ആർ പ്രൈം, നിങ്ങൾക്ക് ഈ ടേമിനെ നെഗ്ലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ലാസ്റ്റ് ടേമിനെ നെഗ്ലക്ട് ചെയ്താൽ പിന്നെ ബാക്കിയുള്ളത് 1 - 2 ഇൻറ്റു ആർ പ്രൈം ബൈ ആർ ആണ്. അപ്പോൾ 1 - 2 ഇൻറ്റു ആർ പ്രൈം ബൈ ആറിൻ്റെ റൂട്ട് അല്ലെങ്കിൽ ഹോൾ റേസ് ടു 1/2. അപ്പോൾ ഇതിനെ നിങ്ങൾ സാധാരണ നമ്മുടെ ബൈനോമിയൽ തിയറം വെച്ചിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആർ പ്രൈം ബൈ ആർ, അടുത്തത് ടേം എന്ന് പറയുന്നത് ഹയർ ഓർഡർ ടേംസ് ആയിരിക്കും വരിക. പക്ഷേ ആർ വെരി മച്ച് ഗ്രേറ്റർ ദാൻ ആർ പ്രൈം ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ആദ്യത്തെ 2 ടേം മാത്രം എടുക്കും എക്സ്പാൻഷനിൽ. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നോക്കിയേ, ഇത് 1/2 വെച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പം ഇവിടെ എന്ത് വരും, 1 - 2 ഇൻറ്റു 1/2 ഇൻറ്റു ആർ പ്രൈം ബൈ ആർ എന്ന് വരും. 1/2 താഴത്തെ 2ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ആവും. അപ്പോൾ ഇത് 1 - ആർ പ്രൈം ബൈ ആർ എന്ന് തന്നെ വരും. അപ്പോൾ ഇവിടെ കെ ആർ ഇൻറ്റു 1 - ആർ പ്രൈം ബൈ ആർ എന്ന് വരും. ഈ ആറിനെ നമ്മൾ അകത്തേക്ക് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കെ ഡോട്ട് ആർ മൈനസ് കെ ഇൻറ്റു ആർ പ്രൈം കിട്ടും. കെ ഇൻറ്റു ആർ മൈനസ് കെ ഇൻറ്റു ആർ പ്രൈം എന്ന് നമുക്കിവിടെ കിട്ടും. ഇനി കെ ഇൻറ്റു മോഡുലസ് ഓഫ് ആർ മൈനസ് ആർ പ്രൈം എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് കെ ആർ ഇൻറ്റു 1 - ആർ പ്രൈം ബൈ ആർ, അതാണ് ഞാനിവിടെ പറഞ്ഞത് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതിനെ ഇങ്ങനെയും എഴുതാം എന്നാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ബ്രാക്കറ്റ് കിടക്കുന്ന സാധനത്തെ ബൈനോമിയൽ തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇത് 1 - 2 ഇൻറ്റു 1/2 ഇൻറ്റു ആർ പ്രൈം ബൈ ആർ. 2ഉം 1/2ഉം ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ ആർ പ്രൈം ബൈ ആർ വരും. അപ്പോൾ 1 - ആർ പ്രൈം ബൈ ആർ. അപ്പോൾ ഇവിടെ പുറത്ത് കെ ആർ ഉണ്ട്. കെ ആർ ഇൻറ്റു 1 - ആർ പ്രൈം ബൈ ആർ എന്ന് വരും. കാരണം ഇവിടെ പറഞ്ഞു ഇത് നെഗ്ലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ആർ ഗ്രേറ്റർ ദാൻ ആർ പ്രൈം ആയതുകൊണ്ട് ആർ പ്രൈം സ്ക്വയർ ബൈ ആർ സ്ക്വയറിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ ഇക്വേഷൻ 47ലേക്ക് നമ്മൾ എത്തിയത്. ഇനി 1/r മോഡുലസ് ഓഫ് ആർ മൈനസ് ആർ പ്രൈമിനെ നമുക്ക് 1/r ഇൻറ്റു, അതായത് ഇതിനകത്ത് ഒരു ആറിനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ 1 - ആർ പ്രൈം ബൈ ആർ എന്ന് വരും. അപ്പം സിൻസ് ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ആർ പ്രൈം, ഇതെന്താവും, ഇതിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനെ അപ്രോക്സിമേറ്റ്ലി 1/r എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ 2 അപ്രോക്സിമേഷൻസ് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ 44നെ നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. ഓക്കെ, ഇക്വേഷൻ 44 എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, നമ്മൾ ഒന്ന് പറഞ്ഞത് ഈ 1/mod ആർ മൈനസ് ആർ പ്രൈമിനെ എങ്ങനെ എഴുതുന്നുള്ളതും, അടുത്തത് നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞ കെ മോഡ് ആർ മൈനസ് ആർ പ്രൈമിനെ എങ്ങനെ എഴുതുന്നതാണ്. ഈ 2 അപ്രോക്സിമേഷൻസ് കൂടി നമ്മൾ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമുക്കിങ്ങനെ കിട്ടും. ഇവിടെ ന്യൂമറേറ്ററിൽ ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആർ മൈനസ് ഐ കെ ഡോട്ട് ആർ പ്രൈം, അത് ഇവിടുന്ന് വന്നതാണ്. ഇത് കെ ഇൻറ്റു മോഡുലസ് ഓഫ് ആർ മൈനസ് ആർ പ്രൈം എന്ന് പറഞ്ഞാൽ കെ ഡോട്ട് ആർ മൈനസ് കെ ഡോട്ട് ആർ പ്രൈം ആണ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അത് ഇവിടെ കൊടുത്തു. അപ്പോൾ നമുക്ക് മുകളിലത്തെ ടേം ഇങ്ങനെ കിട്ടി. പിന്നെ ഉള്ളത് ഇത് 1/mod ആർ മൈനസ് ആർ പ്രൈം 1/r ആണെന്നാണ് പറഞ്ഞത്.
ആ 1/r ഇവിടെ കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ടേമിന് ഇങ്ങനെ കിട്ടി. ഇവിടെ v of r prime psi of r prime d cube r prime എന്ന് കിട്ടി. ദാറ്റ് ഈസ് ദി psi of r is equal to ഇവിടെ e raised to I k0 dot r minus mu by 2 pi h bar square into integral e raised to I k dot r divided by r into e raised to minus I k dot r. ഇതിന് നമ്മൾ പ്രോഡക്റ്റ് ആക്കി എഴുതിയേ ഉള്ളൂ, ബാക്കിയല്ല. അതുപോലെ തന്നെ അതിന് ഇക്വേഷൻ 14 ആണെന്ന് വിളിച്ചു. Now we have equation 14. നിങ്ങൾ ഇതിനെ ഇക്വേഷൻ 14 എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. psi of r is equal to e raised to I k0 r plus f of theta phi e raised to I k dot r by r. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ 14, ഈ ഇക്വേഷൻ 14 തൊട്ട് മുമ്പ് കിട്ടിയ ഇക്വേഷൻ 14 ആണ് നമ്മൾ കമ്പയർ ചെയ്യും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരുപോലെയാണ് psi of r. ഇതിൽ ആദ്യത്തെ ടേം ഒരുപോലെയാണ് e raised to I k0 dot r. പിന്നെ ഈ രണ്ടാമത്തെ ടേം ഇങ്ങനെയാണുള്ളത്. ഇവിടെയും ഒരു e raised to I k dot r by r ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെയും psi of r e raised to I k0 dot r പ്ലസ് ഇവിടെയുണ്ട് e raised to I k dot r by r. അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ 14 അനുസരിച്ച് e raised to I k dot r by r ന്റെ കോഎഫിഷ്യൻ്റ് ആണ് f of theta phi. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിലെ e raised to I k dot r by r ന്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള എല്ലാത്തിനെയും കൂടെ കൂട്ടി നമുക്ക് എന്ത് വിളിക്കാം? f of theta phi എന്ന് വിളിക്കാം. അങ്ങനെ നമുക്ക് f of theta phi എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം? മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ 2 pi h bar square ഇൻറ്റു integral e raised to minus I k dot r prime into v of r prime psi of r prime d cube r prime എന്ന് എഴുതാം. ആൻഡ് ദിസ് ഇസ് അവർ ഇക്വേഷൻ നമ്പർ 50. നമുക്കറിയാം എഫ് ഓഫ് തീറ്റ ഫൈ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ എഫ് ഓഫ് തീറ്റ ഫൈ ഇപ്പോൾ ഇവിടെ ഇത് ഇൻ്റഗ്രൽ ഫോമിലാണ്. ഇതിനെ നമ്മൾ ഡിറാക് ഡെൽറ്റ നമ്മുടെ ബ്രാക്കറ്റ് നൊട്ടേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ ബ്രാക്കറ്റ് നൊട്ടേഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനെ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ 2 pi h bar square ഇൻറ്റു ഇവിടെ ഇതാണ് നമ്മുടെ ഫൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ ഫൈ ആണിത്. സോ ഇവിടെ ഫൈ, നടുക്ക് പൊട്ടൻഷ്യൽ ഓപ്പറേറ്റർ വി, ഇവിടെ സൈ. അപ്പോൾ നമുക്കിതിനെ ഈ പറഞ്ഞ നൊട്ടേഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൈനസ് മ്യൂ ബൈ, അതായത് ബ്രാക്കറ്റ് നൊട്ടേഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഫോമിനെ ബ്രാക്കറ്റ് നൊട്ടേഷനിൽ ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ദിസ് ഇസ് അവർ ഇക്വേഷൻ നമ്പർ 51. വേർ ദിസ് ഫൈ ഓഫ് ആർ എന്ന് പറയുന്നത് എന്താണ്? e raised to minus I k dot r ആണ്. ഇസ് എ പ്ലെയിൻ വേവ് വിത്ത് വേവ് വെക്ടർ k ആണ്. ഓക്കെ, നൗ ദെൻ ദ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ. നമുക്കറിയാം ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ 24 അനുസരിച്ച് സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡിൻ്റെ മോഡുലസിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിച്ചിട്ടുണ്ട് തൊട്ട് മുമ്പ് ഇക്വേഷൻ 50ൽ. ഇത് ഇക്വേഷൻ 50, 51 സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡാണ്. ഒന്ന് ഇൻ്റഗ്രൽ ഫോമിലാണ്, ഒന്ന് നമ്മുടെ ബ്രാക്കറ്റ് ഫോമിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മോഡുലസ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് കിട്ടും? സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ കിട്ടും. അതാണ് നമ്മളിവിടെ ഇക്വേഷൻ 52ലും ഇതിന് തൊട്ട് മുമ്പുള്ള ഈ ഇക്വേഷനിലും കാണിച്ചിരിക്കുന്നത്. സോ ഇതാണ് നമ്മളൊരു ക്വാണ്ടം മെക്കാനിക്കൽ തിയറി അനുസരിച്ച് ഇങ്ങനെ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, സോ ദ റെസ്റ്റ് ഓഫ് ദ ടോപ്പിക് വി വിൽ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.